വി.എസ്. സുനിൽകുമാർ CPI നേതാവ് മുൻ മന്ത്രി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വി.എസ്. സുനിൽകുമാർ CPI ആയിരുന്നു ഈ വിഷയത്തിൽ ഏറ്റവും കടുത്ത നിലപാട് സ്വീകരിച്ചത്. ADGPയെ മാറ്റിയേ പറ്റൂ എന്നുള്ളത് തന്നെയായിരുന്നു CPIയുടെ നിലപാട്. പക്ഷെ ഇപ്പോഴിതാ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്നുള്ള ഒരു മാറ്റം എന്നതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിലൊരു നടപടി ഉണ്ടായി എന്ന് വിലയിരുത്താൻ സാധിക്കുമോ? ഇത് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് ADGPക്കെതിരായിട്ടുള്ള ശിക്ഷണ നടപടി തന്നെയായിട്ടാണ് നമുക്ക് കണക്കാൻ കഴിയുള്ളൂ. കാരണം ADGP വഹിച്ചിരുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള DGP കഴിഞ്ഞാൽ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP ആണ് ഏറ്റവും സുപ്രധാനമായ തസ്തിക എന്ന് പറയുന്നത്. ആ തസ്തികയിൽ നിന്നും ഒരു ADGPയെ തരം താഴ്ത്തി എന്ന് പറഞ്ഞാൽ അത് ഒരു ശിക്ഷണ നടപടിയായിട്ട് മാത്രമേ പ്രാഥമികമായിട്ട് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് അത് ശിക്ഷണ നടപടിയല്ല എന്നൊന്നും പറയാൻ നമുക്ക് സാധിക്കില്ല. ഇനി അത് അവിടെ ഒരു സംശയം, അതായത് ഇതിപ്പോൾ സാധാരണ നിലയിൽ സർക്കാർ സംവിധാനങ്ങൾ തുടർച്ചയായി ഒരു ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിർത്താറില്ല. നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഈ മനോജ് എബ്രഹാം ആണ് വീണ്ടും ഈ ചുമതലയിലേക്ക് എത്തുന്നത് എന്നറിയാം. നേരത്തെ വഹിച്ചിരുന്ന ആളാണ്. ഇതിപ്പോൾ 2 വർഷമാകുന്നു ADGPയുടെ ചുമതല വഹിച്ചിട്ട്. അങ്ങനെ ഒരു 2 വർഷമാകുമ്പോൾ ചുമതലകളിൽ നിന്ന് മാറ്റാറുണ്ട് സാധാരണ നിലയിൽ സർക്കാർ. അതുകൊണ്ട് തന്നെ അത്തരം ഒരു മാറ്റമായി ഇതിനെ കണ്ടാൽ മതി എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാനാണെങ്കിൽ നേരത്തെ അതുവരെ കാത്തിരുന്നവരായിരുന്നില്ലേ? അങ്ങനെ പറയുന്നതിന് അർത്ഥമില്ലല്ലോ. പിന്നെ എന്തിനാണ് അന്വേഷണം നടത്തേണ്ട? നഷ്ടശേഷം CPI പറഞ്ഞ എന്താണ്? അയാളെ ADGP സ്ഥാനത്ത് മാറ്റണമെന്നല്ലോ പറയാം. സസ്പെൻഡ് ചെയ്യണമെന്ന് CPI പറഞ്ഞിട്ടില്ലല്ലോ. CPI പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരു ഗവൺമെന്റ് എന്ന് പറയുന്ന പ്രത്യേക ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു രാഷ്ട്രീയമുള്ള ഗവൺമെന്റാണ്. അത് ഏത് ഗവൺമെന്റ്? അതിന്റെ BJP ഗവൺമെന്റ് BJP രാഷ്ട്രീയം ഉണ്ടാവും. കോൺഗ്രസ് ഗവൺമെന്റുകൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട രീതിയിലായിരിക്കും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവുക. ജനാധിപത്യം അങ്ങനെയാണല്ലോ. അപ്പോൾ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അതിന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യങ്ങളിൽ ഒന്ന് RSSന്റെ ഉന്നതരുമായിട്ടുള്ള വിഹിത ബന്ധങ്ങൾ പിന്നെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പാലിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും രാഷ്ട്രീയമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് മാറ്റണം എന്നുള്ളതാണ് CPI ആവശ്യപ്പെട്ടത്. അപ്പൊ മുഖ്യമന്ത്രി ഗവൺമെന്റ് പറഞ്ഞൊരു കാര്യം, ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം ആവശ്യമാണ്, 1 മാസത്തെ അന്വേഷണം സമയം വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ അന്വേഷണത്തിന് കാത്തിരുന്നു. അന്വേഷണം ഇന്ന് രാവിലെ വന്നു. ഞായറാഴ്ചയായിട്ട് പോലും വൈകുന്നേരം ആകുമ്പോഴേക്കും അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് മാറ്റി. അപ്പൊ അത്രയും വരെ നടന്നിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് അറിഞ്ഞിരിക്കെ ഇതല്ല, അതങ്ങനെ സാധാരണയായി നടന്നിരിക്കുന്ന ഒരു സ്ഥലം മാറ്റം മാത്രമാണ്, സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്ന പോലെ മാറിയതാണെന്ന് പറയുന്നത് അതെന്ത് ന്യായമാണ് അതിനകത്തുള്ളത്? അത് യാഥാർത്ഥ്യബോധമുള്ള കാര്യമായിരിക്കും. ശരി, ഈ പുറംകലക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന അന്വേഷണ റിപ്പോർട്ടുകളിലടക്കം ADGPക്കെതിരെ കണ്ടെത്തലുകൾ ഉണ്ടായെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് പോകുമോ? അങ്ങനെ പോകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ? അല്ല, ഇപ്പോ RSS നേതാക്കന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹത്തെ ഇപ്പൊ ഇങ്ങനെ മാറ്റിയിരിക്കുന്നത്. അതിനേക്കാൾ ഗൗരവപ്പെട്ടൊരു വിഷയമാണ് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ആ അലങ്കോലപ്പെട്ടവരെ സംബന്ധിച്ച് ഈ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞൊരു കാര്യം, ഈ പൂരത്തിന്റെ അട്ടിമറിയുടെ പിന്നിൽ രാഷ്ട്രീയമായ ഗൂഢാലോചന ഉണ്ട് എന്ന് മുഖ്യമന്ത്രി ഗവൺമെന്റിന് ബോധ്യപ്പെട്ട കാര്യം അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി പൂരം അട്ടിമറിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ പിന്നെ പരോക്ഷമായോ പ്രത്യക്ഷമായോ ADGPക്ക് ബന്ധമുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നാൽ അദ്ദേഹത്തിന് അതിന് നടപടി എടുക്കാതിരിക്കാൻ എങ്ങനെ പറ്റുക? അപ്പൊ അത് വരട്ടെ. അത് വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നതാണ് എന്റെ ധാരണ. ഇപ്പൊ നമുക്കൊരാളെ ആ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അയാളാണ് ചെയ്തതെന്നൊന്നും പറയാവുന്ന നിഗമനമൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. അത് പോലീസിന്റെ DGP തന്നെ നേരിട്ട് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. ത്രിതല അന്വേഷണത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം നടക്കുന്നത് 2 ADGPമാരും ഒരു DGPയുമാണ്. അത് DGP അന്വേഷിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന ADGPക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തെ പറ്റിയിട്ടുള്ള അന്വേഷണമാണ് പിന്നെ DGP നടത്തുന്നത്. ആ അന്വേഷണം പുറത്തു വരുമ്പോ പിന്നെ ഇതിന്റെ കാര്യങ്ങൾ വളരെ വ്യക്തമാകും. രാഷ്ട്രീയമായ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത്, അത് രാഷ്ട്രീയമായ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നടന്നതെന്ന കാര്യം ഗവൺമെന്റ് തന്നെ വ്യക്തമാക്കിയല്ലോ. അപ്പൊ അതുകൊണ്ട് അതില് ഈ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അന്വേഷണത്തിന് വിളിച്ചിട്ട് വരുന്ന കാര്യമാണ്. അത് അന്വേഷണം വിളിച്ചിട്ട് വരുമ്പോഴേ നമുക്ക് അദ്ദേഹത്തെ പറ്റി അതിന് നടപടിയെ പറ്റി പറയാൻ പറ്റുള്ളൂ. എന്തായാലും ശ്രീ വി.എസ്. സുനിൽകുമാർ, താങ്കൾ സൂചിപ്പിച്ചു RSS കൂടിക്കാഴ്ചയിലാണ് നടപടിയെന്ന്. ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുള്ള പ്രസ് റിലീസിൽ നേരത്തെ ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയും പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും
അന്വേഷണ റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു എന്ന് മാത്രമാണ് പരാമർശിക്കുന്നത്. ഒരു പക്ഷേ ഈ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് ഉത്തരവ് വല്ലതും പുറത്തു വരുമ്പോൾ എന്താണ് റീസൺ എന്നത് ഉണ്ടാകുമോ എന്നും അറിയില്ല. താങ്കൾ പറയുന്നത് പോലെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നത് ഇതിൽ കാണുന്നില്ല. ഈ RSS കൂടിക്കാഴ്ചയിൽ മാത്രമാണോ എന്നുള്ളത് അതില് വ്യക്തതക്കുറവിന്റെ പ്രശ്നം തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ADGP അജിത് കുമാറിനെതിരായിട്ടുള്ള ആദ്യത്തെ അന്വേഷണം ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത് RSSുമായി ബന്ധപ്പെട്ട കൂടിയാലോചന നടന്നു എന്നതിന്റെ പേരിലാണ് ആ വിഷയത്തിൽ DGPയെ ചുമതലപ്പെടുത്തുന്നത്. അപ്പൊ DGP അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് DGPക്ക് മുമ്പാകെ സമർപ്പിക്കപ്പെടുന്നത്. ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമ്പോഴാണ് ADGPക്ക് ഇതിൽ ചില ബന്ധങ്ങളുണ്ട് എന്ന കാര്യം DGP സൂചിപ്പിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്തു? DGPയെ തന്നെ മറ്റൊരു അന്വേഷണം എന്ന പറയുന്നത് ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി DGPയെ ചുമതലപ്പെടുത്തുന്നു. അപ്പൊ രണ്ടായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ആദ്യത്തെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇപ്പൊ നടപടി ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ അടുത്തതൊരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അദ്ദേഹത്തെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഗവൺമെന്റ് ഉത്തരവ് വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തത അതിനകത്ത് ഉണ്ടാവും.